ഹലോ ഫ്രണ്ട്സ്, അവൻ്റെ ജനീഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല ക്ലൈമറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് ക്ലൈമറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടർഫ്ലൈനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല രസമായിട്ട് കുറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പറക്കും, എന്നിട്ട് പിന്നെ നടക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സൺഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സൺഡേ ക്ലാസ്സില്ലാത്ത സമയത്ത് വൈകിയല്ലേ എണീക്കുന്നത്, അതുപോലെ ഞാനും ഒന്ന് വൈകിയായിരുന്നു കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഇത് കണ്ട സമയത്ത് ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി ഞാൻ എല്ലാ ദിവസവും ഇനി സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു വിചാരം. ഇനി നടക്കുമെന്നൊന്നും ഒരു ഇതുമില്ല കേട്ടോ, നടക്കുമെന്നൊന്നും ഒരു ഇതുമില്ല. അപ്പം ഞാനിന്ന് ഫസ്റ്റ് തന്നെ ബോഡി ബട്ടർ ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ തേച്ച് മറ്റേ പോൺസ് ക്രീമൊക്കെ തേച്ച് ഇനി എപ്പോഴും അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒട്ടും നടക്കുന്നൊരു വിചാരം. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ കേട്ടോ ഇത് ഓർക്കാറുള്ളൂ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കേട്ടോ ഇത് ഓർക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴും ഞാനിത് എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അന്ന് രാത്രി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും, ഇന്നത് ചെയ്യുന്ന സ്കിൻ കെയർ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ എനിക്ക് അന്ന് രാവിലെ ആകുന്ന സമയത്തേക്കും അത് മറന്നു പോകും. പിന്നെ അന്ന് രാത്രി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്, അയ്യോ ഇന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ ഞാനിന്ന് ലിപ് ബാം മാറിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സ്കിൻ കളറായിട്ടുള്ളൊരു ലിപ് ബാമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താമെന്നിട്ട് വിചാരിച്ചിട്ട് ആ ലിപ് ബാം യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു സ്ട്രോബെറീൻ്റെ ലിപ് ബാം കേട്ടോ. നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ജേണലൊക്കെ ചെയ്യാമെന്ന് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ജേണൽ ചെയ്യുന്നത് രാവിലെ വരെ ജേണൽ ചെയ്യണമെന്ന് എൻ്റെ ഓർമ്മയ്ക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ജേണലിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഞാൻ ഓർക്കും ജേണൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് രാത്രിയാണ് ഓർക്കുന്നത്, അയ്യോ ഞാൻ ജേണൽ ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് നിങ്ങൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പാർലേജി ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഉണ്ടാക്കിയത് ദോശയും സാമ്പാറും ആയിരുന്നു. പക്ഷേ ഞാൻ പാർലേജി ബിസ്ക്കറ്റായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചിലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴും ദോശയും സാമ്പാറും തന്നെ കേട്ടോ കഴിക്കാനുള്ളത്. പക്ഷേ എനിക്ക് ദോശ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പാർലേജി ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അന്ന് പാർലേജി ഉള്ളത് കൊണ്ട് ഞാൻ അത് കഴിക്കാമെന്ന് ചോദിച്ചു. എനിക്ക് ദോശ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ദോശ ഇഷ്ടമില്ലാത്തവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ പാർലേജി ബിസ്ക്കറ്റും ചായയും കഴിച്ചിട്ടുണ്ട്, ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ജേണൽ പിന്നെ അത് കഴിക്കുന്ന നേരത്തിന് ഞാൻ ഓർത്തിയാണ് ജേണൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ് മേക്കോവർ വീഡിയോയും ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറ്റാത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 24-ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെക്കേഷനിലൊക്കെ ഡ്രസ് മേക്കോവറും ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിചാരം ഗൈസ്. ഇനി ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഇന്ന് വീഡിയോ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അന്ന് ഈ ഒരു ക്രാഫ്റ്റ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഷോർട്സിൽ. അപ്പോൾ ഷോർട്സ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ഷോർട്സ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം എല്ലാവരും പിന്നെ അന്ന് ആ ഒരു ക്രാഫ്റ്റ് ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ ഇത്. ഈ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്തു. അപ്പം
ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ല്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ പൂച്ചിരിക്കുന്നുണ്ടല്ലേ. ബൈ.